ഹായ് കുട്ടികളെ, നമ്മൾ ഇന്ന് സൈക്കോളജിയുടെ എക്സാമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് തന്നിരുന്നത് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്ന ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് എല്ലാ പ്രാവശ്യം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എമിലിയുടെ കർത്താവ് ആര്? എമിലിയുടെ കർത്താവ് നല്ല സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അത് ഒരു കാരണവശാലും നമുക്ക് മാർക്ക് പോകാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ കൂടി. അപ്പോൾ ഓപ്ഷൻ എ ഹെൻറിച്ച് പെസ്റ്റലോസി, ഓപ്ഷൻ ബി റൂസോ, ഓപ്ഷൻ സി പ്ലേറ്റോ, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. എമിലിയുടെ കർത്താവ് ആര്? അതാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓപ്ഷൻ എ ഫ്രെഡറിക് ഫ്രോബൽ, ഓപ്ഷൻ ബി ഫ്രെഡറിക് ഹെർബർട്ട്, ഓപ്ഷൻ സി മറിയ മോണ്ടിസോറി, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അംഗൻവാടി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അംഗൻവാടി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻ എ താരാബായ് മോദക്, ഓപ്ഷൻ ബി ഗിജുബായ് ബദേക്ക, ഓപ്ഷൻ സി ജോൺ ഡ്യൂയി, ഓപ്ഷൻ ഡി മറിയ മോണ്ടിസോറി. അംഗൻവാടി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ എ താരാബായ് മോദക്, ഓപ്ഷൻ ബി ഗിജുബായ് ബദേക്ക, ഓപ്ഷൻ സി ജോൺ ഡ്യൂയി, ഓപ്ഷൻ ഡി മറിയ മോണ്ടിസോറി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം ഓപ്ഷൻ എ അക്കാദമി, ഓപ്ഷൻ ബി വിശ്വഭാരതി, ഓപ്ഷൻ സി ശാന്തിനികേതൻ, ഓപ്ഷൻ ഡി ലൈസിയം. ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണെന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി നെഹ്റു, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി ജോൺ ഡ്യൂയി. ആറാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക്, ഓപ്ഷൻ ബി ഹെർബർട്ട് സ്പെൻസർ, ഓപ്ഷൻ സി പൗലോ ഫ്രയർ, ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിശാസ്ത്രങ്ങളിൽ ഉള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാൻ അനുയോജ്യമായ സമയമായി റൂസോ അഭിപ്രായപ്പെടുന്ന കാലഘട്ടം. പ്രകൃതിശാസ്ത്രങ്ങളിൽ ഉള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാൻ അനുയോജ്യമായ സമയമായി റൂസോ അഭിപ്രായപ്പെടുന്ന കാലഘട്ടം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൗമാരം, ഓപ്ഷൻ ബി യൗവനം, ഓപ്ഷൻ സി ബാല്യകാലഘട്ടം, ഓപ്ഷൻ ഡി വാർദ്ധക്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തിച്ച് പഠിക്കുക എന്നത് ഏത് വിദ്യാഭ്യാസ ആശയങ്ങളുടെ മുഖ്യ മാർഗനിർദ്ദേശമാണ്? പ്രവർത്തിച്ച് പഠിക്കുക. ഓപ്ഷൻ എ ആശയവാദം, ഓപ്ഷൻ ബി പ്രായോഗികവാദം, ഓപ്ഷൻ സി മാനവികതാവാദം, ഓപ്ഷൻ ഡി പ്രകൃതിവാദം. ഓപ്ഷൻ എ ആശയവാദം, ഓപ്ഷൻ ബി പ്രായോഗികവാദം, ഓപ്ഷൻ സി മാനവികതാവാദം, ഓപ്ഷൻ ഡി പ്രകൃതിവാദം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സ്വാഭാവികമായ വളർച്ചയ്ക്കുള്ള അവസരം സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം. സ്വാഭാവികമായ വളർച്ചയ്ക്കുള്ള അവസരം സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ എ ആശയവാദം, ഓപ്ഷൻ ബി പ്രകൃതിവാദം, ഓപ്ഷൻ സി പ്രായോഗികവാദം, ഓപ്ഷൻ ഡി മാനവികതാവാദം. പത്താമത്തെ ക്വസ്റ്റ്യൻ, അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ എ ഫ്രെഡറിക് ഫ്രോബൽ, ഓപ്ഷൻ ബി മറിയ മോണ്ടിസോറി, ഓപ്ഷൻ സി ജോൺ ഡ്യൂയി, ഓപ്ഷൻ ഡി ഫ്രെഡറിക് ഹെർബർട്ട്. ഇത്രയാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന വിദ്യാഭ്യാസ ചിന്തകർ ദർശനങ്ങൾ അത് ഒരു റൗണ്ട് വായിക്കുമ്പോൾ ഇത് ഭയങ്കര ബോറൻ ടോപ്പിക്കാണ്, ഇതെനിക്ക് മനസ്സിലാകില്ല, ഈ ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും മാർക്ക് എനിക്ക് മിസ്സാകും, ഇതങ്ങ് ഉപേക്ഷിച്ചേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെ നമ്മളോട് കുട്ടികൾ സംസാരിച്ച് അങ്ങനെ ഭയങ്കര ടഫായ ടോപ്പിക്കാണ് ടീച്ചറെ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിൽ വന്ന ക്വസ്റ്റ്യൻസ് കണ്ടോ? ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ വന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ സിമ്പിളായ ക്വസ്റ്റ്യനേ ഇതിനകത്ത് വരാറുള്ളൂ എന്നും പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ലെവലിൽ വരുന്ന, അതായത് നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ കാണുമ്പോൾ ടോപ്പിക്ക് ഇങ്ങനെ ഒരുപാട് വലുതായിട്ടും നമുക്ക് വളരെ അരോചകം തോന്നുന്ന രീതിയിലുള്ള കുറച്ച് കണ്ടൻറ്റാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 2 or 3 റൗണ്ട് നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ സിമ്പിൾ ടോപ്പിക്കാണത്. അതിൽ ഒരുപാട് ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല, കുറച്ച് കൃത്യമായ ഫാക്റ്റാണ്. ആ ഫാക്റ്റ് അങ്ങനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്ന കിട്ടാവുന്ന
മനസ്സിലാവുന്നുള്ളൂ. കണ്ടോ, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയില്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ടോപ്പിക് എന്ന് പറയുമ്പോൾ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരാറുള്ളൂ, എപ്പോഴും തന്നെ വരുന്ന ക്വസ്റ്റ്യൻസാണ്. ICDS, LP, UP ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എമിലിയുടെ കർത്താവാര്? എമിലിയുടെ കർത്താവാരാണ്? ഓപ്ഷൻ ബി റൂസോയാണ് എമിലിയുടെ കർത്താവ് എന്ന് പറയുന്നത്. എമിലിയുടെ കർത്താവ് റൂസോയാണ്. ടിക്ക് ചെയ്ത് മാറിപ്പോയതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവാര്? കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ഫ്രെഡറിക് ഫ്രോബലാണ്. ഫ്രെഡറിക് ഫ്രോബൽ. മറിയ മോണ്ടിസോറി കാണുമ്പോൾ തന്നെ കിൻഡർ ഗാർട്ടൻ എന്നുള്ള ചിന്ത വരരുത് കേട്ടോ. 3, അംഗൻവാടി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? അംഗൻവാടി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് താരാബായ് മോദക്. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം 4 ഏതാണ്? ശാന്തി നികേതൻ. ഓക്കെ, വിശ്വഭാരതിയാണെന്ന് പെട്ടെന്ന് ഡൗട്ട് അടിക്കുക, അതുകൊണ്ടാണ് ശാന്തി നികേതനാണ് ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണ്. ഇതാരുടെ വാക്കുകളാണ്? ജോൺ ഡ്യൂയിയുടെ വാക്കുകളാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാലയം എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, രവീന്ദ്രനാഥ ടാഗോറാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാൻ അനുയോജ്യമായ സമയമായി റൂസോ അഭിപ്രായപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ എ കൗമാരമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തിച്ച് പഠിക്കുക എന്നത് ഏത് വിദ്യാഭ്യാസ ആശയങ്ങളുടെ മുഖ്യ മാർഗ്ഗനിർദ്ദേശമാണ്? പ്രവർത്തിച്ച് പഠിക്കുക. ഒറ്റ വേർഡ് ഓർത്തിരുന്നാൽ മതി. പ്രവർത്തിച്ച്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴാണ് പ്രയോഗിക്കുക, പ്രവർത്തിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ? അപ്പോൾ ഏതാണ് ആൻസർ? പ്രയോഗിക്കുക, പ്രായോഗികം. പ്രവർത്തിച്ച് പഠിക്കുക എന്നുള്ള നമ്മൾ എന്തെങ്കിലും പ്രയോഗത്തിലൂടെ പഠിക്കുക അല്ലേ, ആക്ടിവിറ്റി ചെയ്ത് പഠിക്കുക. അപ്പോൾ പ്രയോഗിക്കും പ്രായോഗികം എന്ന കണക്ഷനിട്ട് പഠിച്ചാൽ പിന്നെ തെറ്റില്ല. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സ്വാഭാവികമായ വളർച്ചയ്ക്കുള്ള അവസരം സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം. സ്വാഭാവികമായ വളർച്ചയ്ക്കുള്ള അവസരം സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് പ്രകൃതിവാദികളുടെ ഇതാട്ടോ. സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ കാണുന്ന എങ്ങനെയാണ് പ്രകൃതി വരുന്നത് അങ്ങനെ തന്നെ വളരുക, അങ്ങനെ വളരുന്ന ഒരു രീതിയിൽ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം, അതാണ് പ്രകൃതിവാദികളുടെ ആശയം എന്ന് പറയുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചതാണ് മറിയ മോണ്ടിസോറി. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇനി ഈ ടോപ്പിക്ക് ടഫാണെങ്കിൽ ഈ 10 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണോ എനിക്കും സാധിക്കും എന്നൊരു കോൺഫിഡൻറ്റ് വരും. അപ്പോൾ ഒന്നുകൂടി ആ ടോപ്പിക്ക് വായിച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലുള്ള കുഞ്ഞു പോയിന്റുകൾ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ആ ടോപ്പിക്ക് പഠിക്കുക. അതിൽ നിന്ന് വന്നാൽ 1 മാർക്ക് പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്നൊരു മനസ്സിൽ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് ഒന്നുകൂടി നന്നായി പഠിച്ച് ഫിനിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒന്ന് സ്റ്റാറ്റസ് ആക്കുക കേട്ടോ. മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ ഒന്ന് എക്സാമൊക്കെ എഴുതട്ടെ. അവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താൻ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും, ചിലപ്പോൾ അവസരങ്ങളില്ലാതെ പോകുന്നതായിരിക്കാം. അപ്പോൾ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി മുൻപോട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് എക്സാം ഇടാം. ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ടോപ്പിക്ക് ഇൻഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്